ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഡിസ്ലെക്സിയ, വായിക്കാനുള്ള ബുദ്ധിമുട്ട്. ഓക്കെ. ഡിസ്ഗ്രാഫിയ, എഴുതാനുള്ള ബുദ്ധിമുട്ട്. ഡിസ്കാൽക്കുലിയ, കാൽക്കുലേഷനുള്ള ബുദ്ധിമുട്ട്. ഡിസ്പ്രാക്സിയ, കൈ ഇങ്ങനെ പിടിച്ച് എഴുതുന്ന അവസ്ഥ. ഓക്കെ. ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഓക്കെ. ഓട്ടിസം, സമൂഹത്തിൽ ഇടപഴകാനുള്ള ബുദ്ധിമുട്ട്. അത് ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ലേ? 2 ലേണിംഗ് ഡിസബിലിറ്റീസ് മറ്റേ 4 ഉള്ളൂ. ഓക്കെ. ഇത് രണ്ടും എന്തല്ല, ഇതിന് മെഡിസിൻ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉള്ളതാണ് എന്ന് പറയുന്നത് ADHDയും ഓട്ടിസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ക്യാരക്ടർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരക്ടർ ഡിസോർഡർ സ്വഭാവ വൈകല്യം. ബിഹേവിയർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റ വൈകല്യം. കോമ്പസ് എടുത്ത് കുത്തുന്നത് ബിഹേവിയർ ഡിസോർഡർ. കള്ളം പറയുന്നത് ക്യാരക്ടർ ഡിസോർഡർ. കിട്ടിയില്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഭവങ്ങളൊന്ന് മനസ്സിലാക്കണം. ക്ലിയർ? അപ്പോൾ ഈ കുട്ടികളുടെ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റ് നമ്മൾ നോക്കണം. അതിനാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ആക്ഷൻ റിസർച്ച്.